ത്രിയേക ദൈവത്തിന് സ്തുതി. മർക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ധ്യാനിക്കുകയാണ്. ഒരു സ്ത്രീക്ക് അവൾക്ക് 18 വർഷമായിട്ടുണ്ടായിരുന്ന കൂനിൽ നിന്നും വിമോചനവും സൗഖ്യവും നൽകിക്കൊണ്ട് ഏതൊരാളുടെയും വിമോചനമാണ് യേശു കർത്താവിൻ്റെയും യേശു ശിഷ്യരുടെയും ജീവിത നിയോഗമെന്ന് അതിമനോഹരമായി രേഖപ്പെടുത്തി അവതരിപ്പിച്ചിരിക്കുന്ന വേദഭാഗമാണ് ഇത്. ഒരു ശബത്തിൽ അവനൊരു പള്ളിയിൽ ഉപദേശിച്ചു കൊണ്ടിരുന്നു. അവിടെ 18 സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാതെ ഒരു കൂനിയായ സ്ത്രീ ഉണ്ടായിരുന്നു. വാക്യം 10-11. അധികം ആരും കാണാത്ത കൂനിപ്പോയവളെയും കാണുന്ന യേശു കർത്താവിനെ ധ്യാനിച്ച് ആരംഭിക്കുകയാണ്. ആരും കാണാത്തവരെ കാണാനൊരു കൃപ വേണമല്ലോ. ഒരു ശബത്ത് ദിവസം വന്നു ചേർന്നാൽ ആ സ്ത്രീ പള്ളിക്കുള്ളിൽ കാണും. എന്നാലോ അധികമാരും അവളെ കാണാറില്ല, ശ്രദ്ധിക്കാറില്ല. തന്നെ എല്ലാവരും കാണണമെന്ന് ആ സ്ത്രീക്ക് വിചാരവും നിർബന്ധവുമില്ല. കാണാത്തതിൽ അവൾക്കൊരു പരിഭവവും ഇല്ല. ആ സ്ത്രീയാകട്ടെ പള്ളിയിൽ വന്ന് ആരാധനയിൽ പങ്കെടുത്ത് ശരീരത്തിലും ആത്മാവിലും ബലപ്പെട്ട് തനിക്കുള്ള കൂൻ അനുഭവങ്ങളെ കീഴ്പ്പെടുത്തി ജീവിക്കുകയാണ്. 18 വർഷമായിട്ടും കൂന് അവളെ പരാജയപ്പെടുത്തിയിട്ടും ഇല്ല. കൂനിപ്പോയ ആ സ്ത്രീയെയും കർത്താവ് കാണുകയാണ്. എല്ലാവർക്കും കൂനുകളുണ്ട്. ആരും കാണാത്ത, ആർക്കും കാണാനും മനസ്സിലാക്കാനും സാധിക്കാത്ത കൂനുകളിൽ നിന്ന് വിമോചനം ഭയങ്കരമായി ആഗ്രഹിക്കുന്നവർ നമ്മുടെ ഇടയിലും ഉണ്ടാവാം. എങ്കിൽ കർത്താവും പള്ളിയും ആരാധനയും ഒക്കെയാണ് ഉത്തരം. കർത്താവ് കണ്ടാൽ കുഷ്ഠരോഗിയായാലും തളർവാദ രോഗിയായാലും കുരുടനായ മനുഷ്യനാണെങ്കിലും വരണ്ട കൈയുള്ള മനുഷ്യനായാലും അമ്മായിമ്മയായാലും അതൊരു ബാലയാണെങ്കിലും സൗഖ്യം ഉറപ്പാണ്. ചുരുക്കത്തിൽ ആത്മാർത്ഥമായി കർത്താവിനോട് ചേർത്ത് വെച്ച് ആരാധിച്ചാൽ കിട്ടുന്ന ബലവും വിമോചനവും ആ സ്ത്രീയിൽ പ്രകടമായതുപോലെ വിമോചനത്തിൻ്റെ സുഖം പ്രകടമാകാൻ ഈ നോമ്പ് കാലത്ത് നമുക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. യേശു അവളെ കണ്ടു, അടുക്കെ വിളിച്ചു, സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളുടെ മേൽ കൈവച്ചു. അവൾ ക്ഷണത്തിൽ നിവർന്നു നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. വാക്യം 12-13. ഇങ്ങോട്ട് വരട്ടെ എന്നല്ല, അങ്ങോട്ട് ആകാം എന്ന യേശു കർത്താവിൻ്റെ മനോഭാവമാണ് വിമോചനത്തിൻ്റെ അടിസ്ഥാന കാരണമെന്ന് ഈ വരികളിൽ വരച്ചിട്ടിരിക്കുകയാണ്. യേശു ഉപദേശിച്ചു കൊണ്ടിരിക്കുകയാണ്. പള്ളിക്കുള്ളിൽ ഉള്ളവരെല്ലാം ഉപദേശം കേൾക്കുകയും ചെയ്യുന്നു. ആവശ്യക്കാർ ഇങ്ങോട്ട് വരട്ടെ എന്ന് കരുതി ഉപദേശം തുടരുകയല്ല, മറിച്ച് കർത്താവ് അവളെ തൻ്റെ അടുക്കിലേക്ക് വിളിച്ച് അവളുടെ മേൽ കൈ വെച്ചു എന്ന് വായിക്കുകയാണ്. തൻ്റെ മേൽ വന്നു ചേരാൻ ഒട്ടും സാധ്യതയില്ലാതിരുന്ന യേശുവിൻ്റെ കരം കൊണ്ട് തന്നെ ചേർത്ത് നിർത്തിയ നേരം അവൾ നിവർന്നു നിന്നു എന്ന് മാത്രമല്ല, ആ സ്പർശനത്തിന് ഒട്ടും അർഹതയില്ലാത്ത തനിക്ക് ലഭിച്ച ഭാഗ്യം ഓർത്ത് അവൾ ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ ഉപദേശം കേട്ടിരുന്നവൾക്ക് കിട്ടിയ അപ്രതീക്ഷിതമായ വിമോചനത്തിൻ്റെയും വിടുതലിൻ്റെയും സ്പർശനത്തെ കൂടി ധ്യാനിക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ ദൈവികമായ ഉപദേശങ്ങളെ ഉരുവിടുക മാത്രം പോരാ, രോഗാതുരമായ മനസ്സിനെയും ശരീരത്തെയും സ്പർശിക്കുന്ന വിധത്തിൽ ഇടപെടാനുള്ള ശൈലിയും യേശു ശിഷ്യർ വളർത്തിയെടുക്കേണ്ടതായിട്ടുണ്ട്. ആരെയും സ്പർശിക്കാതെ മടങ്ങിപ്പോകാൻ ഇടയാകരുത്. പല കാരണങ്ങളാൽ കുനിഞ്ഞു പോയാൻ ഇടയായാലും നടുവിൽ നിവർന്നു നിർത്തി ദൈവം ചെയ്ത വൻ കാര്യങ്ങളെ പ്രസ്താവിക്കുവാൻ കൃപയും അവസരങ്ങളും തരുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്ന് വിശ്വസിക്കാൻ ഇടയായാൽ തന്നെ നമുക്കുള്ള വിമോചനവും സൗഖ്യവും പാതി വഴിയിലെത്തി എന്നുള്ളതാണ് കാര്യം. നമ്മിലേക്കും കർത്താവ് കയറി വരും, ഇടപെടും, എന്നിട്ട് വേണ്ടുന്ന വിമോചനം തരികയും ചെയ്യും എന്ന് വിശ്വസിക്കാൻ ഇടയാകട്ടെ. അവനാൽ നടക്കുന്ന സകല മഹിമകളാലും പുരുഷാരമൊക്കെയും സന്തോഷിച്ചു. വാക്യം 17.
ആനന്ദ അനുഭവത്തിലേക്ക് നയിക്കുന്ന ആരാധനകളെയും കൂടെ ധ്യാനിച്ച് അവസാനിപ്പിക്കുകയാണ്. ആത്മാർത്ഥതയോടെ ആരാധനയിൽ 1000-ലധികം വട്ടം പങ്കെടുത്ത ആ സ്ത്രീയും അങ്ങനെ അബ്രഹാമിൻ്റെ മകളായി ഉയർത്തപ്പെടുകയാണ്. ആരാധനയിൽ പങ്കെടുത്ത ആ പുരുഷാരത്തിനും വലിയ സന്തോഷം ലഭിക്കുകയാണ്. അതാണ് ആരാധനയുടെ ശരിയായ അനുഭവം. ആരാധനയിലെ വിമോചനം കണ്ട് സന്തോഷിക്കുന്ന പുരുഷാരത്തിൽ പെടാത്ത മറ്റൊരു കൂട്ടമുണ്ട്. അവിടെ നടന്ന ആരാധനയിൽ മനസ്സർപ്പിച്ച് ശരീരമർപ്പിച്ച് പങ്കെടുക്കുവാൻ കഴിയാതെ പോയവരാണവർ. കർത്താവ് അവരെ കപടഭക്തിക്കാർ എന്നാണ് വിളിക്കുന്നത്. അവർക്ക് ആ വിമോചനത്തിൻ്റെ ആനന്ദം അനുഭവിക്കാൻ കഴിയുന്നില്ല എന്നതാണ് വാസ്തവം. യഥാർത്ഥത്തിൽ സന്തോഷിക്കാൻ ഒരു കാരണവും ഇല്ലാത്തവർ പോലും സന്തോഷിക്കുകയും സന്തോഷിക്കാൻ ഒരുപാട് കാരണങ്ങൾ ഉള്ളവർക്ക് സന്തോഷിക്കാൻ കഴിയാതെയും വരുന്നു എന്നുള്ളത് ഇന്നിൻ്റെ ചിത്രമാണ്. ആരാധനകളിൽ മനസ്സർപ്പിച്ച് നിന്നാൽ സന്തോഷിക്കാൻ ഒരു വകയും ഇല്ലാത്തവർ പോലും നിന്ന് സന്തോഷിക്കുന്നതും ആനന്ദിക്കുന്നതും കാണാൻ ഇടയാകും. ചുരുക്കത്തിൽ ആരാധനകളിൽ മനസ്സും ശരീരവും അർപ്പിച്ച് നിന്നാൽ വിമോചനം ലഭിക്കും. മാത്രമല്ല സന്തോഷിക്കാനുള്ള വകയും ഈ നോമ്പ് കാലത്ത് ദൈവം ഒരുക്കും. ആമേൻ.